നമസ്കാരം. വീണ്ടും ഒരു വിംബിൾഡൺ പോരാട്ടത്തിനിടയിലാണ് നമ്മൾ. ഓപ്പൺ കാലഘട്ടത്തെ വിസ്മയിപ്പിച്ച സൂപ്പർ താരങ്ങൾ ഒന്നൊന്നായി കളം വിടുന്ന കാലത്ത് റെക്കോർഡുകൾക്ക് പിന്നാലെ റാക്കറ്റേന്തുന്ന നൊവാക് ജോക്കോവിച്ച് തന്നെയാണ് ഇത്തവണയും ലണ്ടനിലെ പുൽക്കോർട്ടിൽ ശ്രദ്ധാകേന്ദ്രം. ഫെഡററുടെയും മാർഗരറ്റ് കോർട്ടിന്റെയും തന്റെ തന്നെയും റെക്കോർഡുകൾ പഴങ്കഥയാക്കുകയാണ് ജോക്കോവിച്ചിന്റെ ഇത്തവണത്തെ ലക്ഷ്യം. പുൽക്കോർട്ടിന്റെ രാജാവ് റോജർ ഫെഡറർ കോർട്ടിനോട് വിട പറഞ്ഞ് 2 വർഷമാകുന്നു. പരിക്ക് കാരണം റാഫേൽ നദാൽ ഇത്തവണ വിംബിൾഡണിലില്ല. ആൻഡി മറേയും സിംഗിൾസ് പോര് വേണ്ടെന്ന് വച്ചു. അതിനാൽ പുതുതലമുറയ്ക്കൊപ്പമാണ് ഇത്തവണയും ജോക്കോയുടെ പോര്. റോജർ ഫെഡററുടെ പേരിലാണ് ഇന്നും ഏറ്റവും അധികം വിംബിൾഡൺ കിരീടം നേടിയ പുരുഷ താരമെന്ന റെക്കോർഡ്. 8 സിംഗിൾസ് കിരീടങ്ങൾ, 7 എണ്ണവുമായി ജോക്കോ തൊട്ടു പിന്നിലുണ്ട്. റോജർ ഫെഡററുടെ പ്രിയപ്പെട്ട കോർട്ട് വിംബിൾഡൺ തന്നെയാണ്. റാഫേൽ നദാലിന്റെ പേര് പറയുമ്പോൾ അത് റൊളാൻ ഗാരോസിലെ കളിമൺ കോർട്ടാകും. എന്നാൽ ജോക്കോവിച്ചിന് ആകാശത്തിന് ചുവട്ടിൽ ഏത് മണ്ണും ഒരുപോലെയെന്ന് പറയേണ്ടി വരും. ചരിത്രത്തിൽ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളും 3-ലധികം തവണ നേടിയ മറ്റൊരു താരവും ഉണ്ടായിട്ടില്ല. അത്രമാത്രം ആധിപത്യമുണ്ട് ടെന്നീസ് കോർട്ടുകളിൽ ജോക്കോവിച്ചിന്. എന്നാൽ ഇതിഹാസങ്ങളുടെ പേര് പറയുമ്പോൾ ഈ നേട്ടങ്ങളൊന്നും പലപ്പോഴും ജോക്കോയ്ക്ക് തുണയാകാറില്ല. എക്കാലത്തെയും മികച്ച താരമെന്ന പകിട്ട് ആരും തന്നെ ജോക്കോയ്ക്ക് കൽപ്പിക്കാറില്ലെങ്കിലും അതാണ് സത്യം. റോജർ ഫെഡററേക്കാൾ റാഫേൽ നദാലിനേക്കാൾ കിരീടങ്ങൾ നേടിയിട്ടും എതിരാളികളെപ്പോലും നിഷ്പ്രഭമാക്കി 1-ാം റാങ്കിൽ വിരാജിച്ചിട്ടും സെർബിയൻ താരത്തിന് ടെന്നീസ് ചക്രവർത്തിയുടെ സിംഹാസനം നൽകാൻ മടിയാണ് ആരാധകർക്ക്. എന്നാൽ അവഗണിക്കുന്നവർക്ക് മുന്നിൽ വീണ്ടും വീണ്ടും മിന്നും പ്രകടനങ്ങളിലൂടെ മറുപടി പറയുന്നതാണ് ജോക്കോയുടെ ചരിത്രം. ഇത്തവണ കൂടി വിംബിൾഡണിൽ കിരീടത്തിലെത്തിയാൽ എതിരാളികളും സമ്മതിക്കേണ്ടി വരും, ഇതാണ് ഏറ്റവും മികച്ചവൻ എന്ന്. ഇരുപത്തിനാല് കിരീടങ്ങളുമായി മാർഗരറ്റ് കോർട്ടിന്റെ റെക്കോർഡിന് ഒപ്പമാണ് ജോക്കോവിച്ച്. ഫെഡററുടെ വിംബിൾഡണിന്റെ റെക്കോർഡിന് ഒപ്പമെത്താൻ ഇനി ഒരേയൊരു കിരീടത്തിന്റെ അകലം മാത്രം. ലോക 1-ാം റാങ്കിൽ ഏറ്റവും അധികം കാലമിരുന്ന താരം ജോക്കോവിച്ചാണ്. 428 ആഴ്ചകൾ. വർഷാവസാനം 8 തവണ 1-ാം റാങ്ക് എന്ന നേട്ടവും ATP ചരിത്രത്തിൽ മറ്റാർക്കുമില്ല. കഴിഞ്ഞ വർഷം ഫൈനലിൽ കാർലോസ് അൽക്രാസിന് മുന്നിൽ 5 സെറ്റ് നീണ്ട മാരത്തൺ പോരാട്ടത്തിൽ കൈവിട്ട കിരീടം ഇത്തവണ തിരിച്ചുപിടിക്കാൻ തന്നെയാണ് പൂർണ്ണ കായികക്ഷമതയില്ലെങ്കിലും ജോക്കോ ലണ്ടനിലെത്തിയത്. യുവതാരങ്ങൾ തന്നെയാണ് ഇത്തവണയും ജോക്കോയ്ക്ക് വെല്ലുവിളി. നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്രാസും ലോക 1-ാം നമ്പർ യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവുമെല്ലാം കളത്തിലുണ്ട്. അനായാസ ജയത്തോടെ വിംബിൾഡണിലെ 1-ാം കടമ്പ ജോക്കോ കടന്നിട്ടുണ്ട്. കരുത്തർക്ക് ജോക്കോ എങ്ങനെ മറുപടി പറയുമെന്ന് കാത്തിരിക്കാം.